എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ മരത്താക്കരയിൽ വലിയൊരു സംഭവം ഉണ്ടായി. അഥവാ ഒരു അഗ്നിബാധയുണ്ടായി. ലക്ഷക്കണക്കിന് രൂപയാണ് ആ അഗ്നിബാധയിൽ നഷ്ടപ്പെടുവാനിടയായിത്തീർന്നത്. അതുപോലെ തന്നെ അവിടെയുള്ളതായ ഒരു ഫർണിച്ചർ ഷോപ്പ്, ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തുവകൾ അതിനകത്തുണ്ടായിരുന്നു. അത് കത്തിച്ചാപ്പലായി. കഴിഞ്ഞ നാളുകളിൽ ആണല്ലോ നാടിനൊക്കെ നടുക്കിയതായ കുവൈറ്റിലെ ആ വലിയ അഗ്നിബാധയുണ്ടായി. നിരവധി പേർ ആ അഗ്നിക്ക് ഇരയായി തീർന്നു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. മനുഷ്യജീവിതം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ തീ അത്യാവശ്യമാണ്. എന്നാൽ ആവശ്യമില്ലാത്തിടത്ത് കത്തിപ്പടരുമ്പോഴാണ് ഈ അങ്ങനെയുള്ളതായ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് ലൈംഗികപരമായ കാര്യങ്ങൾ തീയോട് സമാനമാണ്. ഇന്ന് മതങ്ങളിലും രാഷ്ട്രീയത്തിലും സഭാ സംഘടനകളിലും കായിക രംഗത്തും എന്തിനധികം വിദ്യാഭ്യാസ രംഗത്ത് പോലും ഇന്ന് വ്യഭിചാരവും പരസംഗവും എല്ലാം വർദ്ധിച്ചു വരികയാണ്. ഏകദേശം ഒരു മാസത്തോളമായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു വലിയ ഇൻഡസ്ട്രിയിൽ ലൈംഗിക ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇങ്ങനെ തകർത്താടുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെല്ലാം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയം കേരളത്തിലെ ഈ സംഘടനയിൽ അഥവാ ഈ സംഘടനയുള്ളതായ ആ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി ഓരോ വ്യക്തികളും അവരതുവരെ ഉണ്ടാക്കിയതായ പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾ, ഈ ആരോപണത്തിന് വിധേയരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകും എന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, അവരുടെ കുഞ്ഞുങ്ങളവരുടെ ഭാര്യമാരൊക്കെ തീരാ ദുഃഖത്തിലേക്കാവുകയും മാനസികമായിട്ടുള്ള വലിയ പ്രയാസത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് മാത്രം തീർന്നില്ല, സമൂഹത്തിൽ അവരെല്ലാം ഒറ്റപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ആരും അവരെ പിന്നെ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് മാത്രം തീരുമോ? ഇല്ല. ആ സംഘടന ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അതൊരു പേരിന് മാത്രമായി എന്ന് പറഞ്ഞാൽ ആ സംഘടനയും തകർന്നു. ഇതെല്ലാമാണ് ഈ ലൈംഗിക പാപത്തിൻ്റെ പരിണിത ഫലം എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് മഹാനഷ്ടമാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലാകുന്നത് പോലെ തന്നെയാണ് ഒരു ബലാത്സംഗമോ അല്ലെങ്കിൽ ഒരു വ്യഭിചാര കർമ്മത്തിൻ്റെതായ ആ പാപ വിഷയങ്ങളുണ്ടായാൽ അത് ഇന്നോ നാളെ കൊണ്ട് തീരുന്നതല്ല. അത് കാലാകാലങ്ങളോളം അതിൻ്റെ പേര് ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ആ ഇൻഡസ്ട്രിക്ക് പിന്നെ ഉയർന്നു വരുവാനായിട്ട് കഴിയുകയുമില്ല. ഇതൊക്കെ ആരംഭത്തിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അവരൊക്കെ അതിന് വേണ്ടിയുള്ളതായ പവർ ഗ്രൂപ്പും സൂപ്പർ ഗ്രൂപ്പൊക്കെ എന്ന് പറഞ്ഞുള്ളതായ പല പദ്ധതികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നെ സംഘടനയ്ക്കകത്ത് തന്നെ വേറെ കൊച്ചു കൊച്ചു സംഘടനകളൊക്കെ ഉണ്ടാക്കി അവരങ്ങനെ മുന്നോട്ട് പോവുകയും എന്തുമാകട്ടെ. എന്നാൽ തിരുവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈംഗിക വീഴ്ചയെ ദൈവം അടിച്ചമർത്തുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തേക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. പറഞ്ഞാൽ സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതായ പാപ സ്വഭാവങ്ങളിലേക്ക് വീണു പോവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യ വിവാഹം, ആദം ഹവ്വ ദമ്പതിമാരുടെ വിവാഹം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം തന്നെയാണ് നടത്തുവാനിടയായിത്തീർന്നത്. അവിടെ പറഞ്ഞിങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 18-ാം വാക്യത്തിൽ, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ തന്നെ ദൈവം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. 1 കൊരിന്ത്യർ 7-ന്റെ 5-ാം വാക്യത്തിൽ, പരസ്പര സമത്വത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുതെന്ന് ഭാര്യ ഭർത്താക്കന്മാരുള്ളതായ നിർദ്ദേശമുണ്ട്. അങ്ങനെ വേർപെട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രലോഭനം ഉണ്ടാകുവാനും പരസംഗത്തിലേക്ക് തിരിയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരസ്പര സമൂഹത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുതെന്ന് പറയാൻ കാരണം. അവർ ജീവിത പങ്കാളികളാണ്. മക്കളെ നമ്മൾ സാധാരണ അവരുടെ മാതാപിതാക്കന്മാർ വടികൊണ്ട് അടിച്ച് അവരെ അനുസരണം പഠിപ്പിക്കുക പതിവാണ്. എന്നാൽ ഭാര്യയും ഭർത്താവും അതിനിടയിൽ വടിയോ അതിനൊരു മർദ്ദനമുറയോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും തുല്യ അവകാശികളാണ്, ജീവിത പങ്കാളിയാണെന്ന്
വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യം 13:24 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്: വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ശിക്ഷിച്ച് വളർത്തുക, മക്കളെ ശിക്ഷിച്ച് വളർത്തുക എന്നുള്ളത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും അതങ്ങനെ ചെയ്യുന്നത് നല്ല മാതാപിതാക്കന്മാരുടെ സ്വഭാവ ഗുണവുമാണ്. എന്നാൽ വിവാഹത്തിന് കഴിഞ്ഞതായ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വടിയോ അടിയോ മർദ്ദനമുറയോ ഒന്നുമില്ല. അത് പാടില്ല എന്ന് തിരുവചനം പഠിപ്പിക്കും. കാരണം അവർ ജീവിത പങ്കാളികളാണ്. അവർ തുല്യ ഉത്തരവാദിത്വം, തുല്യ അവകാശവുമാണ്. വിവാഹത്തിന് മുമ്പോ വിവാഹ ജീവിതത്തിന് പുറത്തോ വ്യഭിചാരം ദൈവം അനുവദിച്ചിട്ടില്ല. അതിന് അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് തക്കതായ ശിക്ഷയും ഉണ്ട് എന്ന് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സദൃശ്യവാക്യം 7-22-21 വാക്യങ്ങളിൽ ഒരു വ്യഭിചരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ പാപത്തിലേക്ക് വിട്ടുപോകുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അറക്കേണ്ടുന്നിടത്ത് കാളയും ചങ്ങലയിലേക്ക് ബോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളത് എന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നതും പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരിയായ ഒരു വ്യക്തിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അറവുശാലയിലേക്ക് പോകുന്ന ഒരു കാളയ്ക്ക് തുല്യവും, അതുപോലെ തന്നെ അടിമ കച്ചവടം നടക്കുന്നതായ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നതായ ഒരു ബോഷൻ്റെ സ്ഥിതിയും, അതായത് തനിക്ക് പ്രാണഹാനി വരുമെന്ന് അറിയാതെ വേടം വെച്ചിരിക്കുന്ന കെണിയിൽ പോയി ചാടുന്ന ഒരു പക്ഷിയുടെക്കും തുല്യമാണെന്ന്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള ശിക്ഷാവധികൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അറവുശാലയ്ക്ക് കാള പോയാൽ തിരിച്ചു വരികയില്ല, അതിനെ കൊന്നിരിക്കും. അതുപോലെ തന്നെയാണ് ഒരടിമ കടന്നുപോയി അടിമ കച്ചവടം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവനെ അവിടെ പിടിച്ച് അടിമയാക്കി മാറ്റും. അതുപോലെ വേടം വിരിച്ചിരിക്കുന്നതായ ആ കെണിക്കകത്ത് പക്ഷി അറിയാതെ ചെന്നാൽ അതിനകത്ത് പെട്ടുപോകും. 2 കൊരിന്ത്യർ 5-10 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തു നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. അപ്പം അതിന് തക്കവണ്ണം പ്രാപിക്കുമെന്നാണ്. എല്ലാവരും ക്രിസ്തു ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവൻ ക്രിസ്തു ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതായിട്ട് വരുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്നതായ, പരിശുദ്ധാത്മാ മന്ദിരമായിരിക്കുന്നതായ ഈ ശരീരത്തിൽ പാപം ചെയ്താൽ അതിന് തക്കതായ ശിക്ഷയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. റോമാലേഖനം 12-1 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രക്ഷപ്പെടാൻ മാർഗമുണ്ട്. നീ ഒരു പാപത്തിനകപ്പെട്ടാൽ, തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി വീണ്ടും സമർപ്പിച്ച് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുമല്ല എങ്കിൽ നീ അങ്ങനെ പോകാതിരിക്കുവാൻ, നീ ഒരു പാപത്തിലേക്ക് പോകാതിരിക്കാൻ, ഒരു വിചാരത്തിൽ പോകാതിരിക്കാൻ, പരസംഗത്തിലേക്ക് പോകാതിരിക്കാൻ, ലൈംഗിക പാപങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ നിൻ്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സ്വന്തം ശരീരത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നീ ഇങ്ങനെയുള്ള തെറ്റിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. സുഹൃത്തെ, ഇതേപോലെ തെറ്റിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം പോകും, നിൻ്റെ കുടുംബം പോകും, നിൻ്റെ സമുദായം പോകും, നിൻ്റെ സംഘടന പോകും, നീ ഉണ്ടാക്കി വെച്ചതായ സകല കാര്യങ്ങളും നഷ്ടമാകും. മാത്രമല്ല അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കേണ്ടതായിട്ടും വരും. നാണക്കേടിനേക്കാൾ അപ്പുറമായിട്ട് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാണുന്നവർ മുഴുവൻ ഇങ്ങനെ കുറ്റപ്പെടുത്തും. ആ തെറ്റിലേക്ക് അകപ്പെട്ടു പോകാതെ ദൈവസ്ഥലേക്ക് മടങ്ങി വരാം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇന്ന് ലോകത്ത് നടപാടുന്ന സകല പാവങ്ങളിൽ നിന്നും ജനത്തെ നീ രക്ഷിക്കുമാറാകണമേ. കർത്താവേ, പരസംഗവും വ്യഭിചാരവുമെല്ലാം ഇന്ന് ലോകത്ത് എല്ലാ രംഗങ്ങളിലും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ജഡസ്വഭാവങ്ങളെ നീ നിഷ്കരണം ചെയ്യണമേ. ആ പാപത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ, സമൂഹത്തെ രക്ഷിക്കണമേ, സഹോദരന്മാരെ രക്ഷിക്കണമേ. കർത്താവേ, വീണ്ടും അതിലേക്ക് അകപ്പെട്ടു പോയി കർത്താവെ അറവുശാലയിലേക്ക് പോകുന്നതായ ഒരു കാളയെപ്പോലെ ആയിത്തീരുവാനിടയാകരുതേ എന്നടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാണെങ്കിലും മോശപ്പെട്ടതാണെങ്കിലും അത് തക്കതായ പ്രാപിക്കാൻ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടി വരുമല്ലോ. ആകയാൽ പാപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ വചനം കേൾക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെട്ട തീരുവാൻ സഹായിക്കണം. പ്രാർത്ഥനയ്ക്ക് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടു എങ്കിൽ നിശ്ചയമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.